ചൊവ്വാഴ്ച ഉച്ച 2 മണി വരെയുള്ള വോട്ട് റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ബിന്നി ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്മി ആയിക്കോട്ടെ, എല്ലാവരും എവിക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് റിസൾട്ട് പൂർണ്ണമായി വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. ആര് മുമ്പിൽ ആര് പുറകിൽ നല്ല രീതിയിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്. രാവിലെ കണ്ട വോട്ടിംഗ് റിസൾട്ടിൽ വളരെ വ്യത്യാസങ്ങൾ ഇപ്രാവശ്യം സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് അനീഷാണ്. സത്യം പറഞ്ഞാൽ അനീഷ് രണ്ടാം സ്ഥാനത്ത് കിടന്ന അനീഷ് കയറി വരുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. അനീഷിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 18,510 വോട്ടുകൾ അനീഷ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല രീതിയിലുള്ള മുന്നേറ്റം, നല്ല രീതിയിലുള്ള വോട്ട് കയറ്റവും കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 18,120 വോട്ടുകൾ അനുമോൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള നൂറയാണ്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 17,975 വോട്ടുകൾ നൂറ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നൂറയ്ക്ക് മാത്രമാണ് ഇതുവരെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കാതെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നാലാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് ആര്യനാണ്. ആര്യനും നൂറയ്ക്കും വലിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആര്യ ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 17,145 വോട്ടുകൾ ആര്യ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 16,525 വോട്ടുകൾ അക്ബർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അക്ബറിനും വലിയ രീതിയിൽ മാറ്റമൊന്നും കാണാൻ സാധിക്കാതെ അക്ബറും അതേ 5ാം സ്ഥാനത്ത് തന്നെ നിലകൊള്ളുന്ന ഒരു സാധനമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 6ാം സ്ഥാനത്തോട് വമ്പിച്ച മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് കയറി വന്നിട്ടുള്ളത് സാബുമാനാണ്. സാബുമാൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 16,221 വോട്ടുകൾ സാബുമാൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 7ാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടുള്ള നെവിൻ തന്നെ പറയാം. നെവിന് നല്ലൊരു വോട്ട് കയറ്റം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ കുറഞ്ഞു വരുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. നെവിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 16,015 വോട്ടുകൾ മാത്രമേ നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സാബുമാനും നെവിനും വലിയ രീതിയിൽ വോട്ട് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഷഫിൾ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അനീഷും അനുമോളും നല്ല രീതിയിൽ വോട്ട് വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവർ തമ്മിലും നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. എന്തായാലും ആര്യാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വളരെ വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടഫ് കോമ്പറ്റീഷനാണ് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ട് കയറ്റവും കുതിപ്പും ഇറക്കവും അട്ടിമറികളും സംഭവിക്കാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇഷ്ട മത്സരത്തേക്ക് മറക്കാണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്പിൽ കയറി വോട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വോട്ടിംഗ് റിസൾട്ടുമായിട്ട് വീണ്ടും വരാം.